ഉഴുന്നും അരിയും ഒന്നുമില്ലാതെ തന്നെ ഇഡ്ഡലിയും ദോശയും ആപ്പമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ ചോറും അതേ 2 കപ്പ് അളവിൽ തന്നെ പൊടിച്ച അരിപ്പൊടിയും, അതായത് വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആദ്യം അതിലൊക്കെ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മി കൊടുത്തിട്ട് നമ്മളിതിനൊന്ന് നന്നായി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഉപ്പും കൂടെ നോക്കി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 10 മണിക്കൂറെങ്കിലും നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. 10 മണിക്കൂർ കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ അത് പൊങ്ങി വരും കേട്ടോ. നമ്മളിത് ഫസ്റ്റ് ആപ്പമാണ് ഒഴിക്കുന്നത് കേട്ടോ. ആപ്പം ഉണ്ടാക്കി നോക്കുമ്പോൾ ശരിക്കും ആ ഒരു ബബിൾസ് എല്ലാം വന്ന് നല്ല ഓട്ടയൊക്കെ വന്നിട്ടുള്ള നല്ല പഞ്ഞു പോലത്തെ പാലപ്പം പോലെ നല്ല ടേസ്റ്റും അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, ഇതുപോലെ നമുക്കൊരു ആപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കൊരു ദോശ ഉണ്ടാക്കി നോക്കിയാലോ. ദോശയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇഡ്ഡലിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇഡ്ഡലിയും ദോശയും അപ്പം ഒക്കെ നമുക്ക് ഉഴുന്നും പച്ചരിയും ഒന്നും ഇല്ലാതെ നമുക്ക് അരയ്ക്കാനൊക്കെ മറന്നു പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ.